ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ചെസ്സ് കളിയിലെ പുതിയ ഓരോരോ ട്രിക്കുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വലിയ വലിയ കളിക്കാർ കളിക്കുന്ന കളികളാണുള്ളത്, സാധാരണ ആരും കളിക്കാറില്ല. അപ്പോൾ നമുക്ക് ആ പുതിയ ട്രിക്ക് എങ്ങനെയാണ് കരുക്കളെ കൂടുതൽ പിടിക്കുക എന്നുള്ളത് നോക്കുക. സാധാരണ എല്ലാവരും കളിക്കുന്ന പോലെ തന്നെ ഇതിവിടെ E4 കളിക്കുന്നു, വീണ്ടും അവിടെ E5 കളിക്കുന്നു. 5 കളിച്ച് കൂടി എത്തുമ്പോൾ ഇത് സാധാരണ എല്ലാവരും കളിക്കുന്ന കളിയാണ്. എന്നിട്ട് ബിഷപ്പിനെ ഇവിടെ കളിക്കുന്നു. ഈ കരു എടുക്കലാണ് ലക്ഷ്യം. അപ്പോൾ അവിടെ മുൻകൂട്ടി കണക്കൂട്ടിയിട്ട് ഇവിടെ നൈറ്റിനെ ഇവിടെ കളിക്കുന്നു. നൈറ്റ് അവിടെ കളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്യൂവിനെ ഇവിടെ കയറ്റി വയ്ക്കുന്നു. മന്ത്രിയെ ഇപ്പോൾ ഇവിടെ തന്നെയാണ് ലക്ഷ്യം. ഇതിപ്പോൾ ഇവിടെ ഒരു ഒറ്റ ചെക്കിന് ഇവിടെ കളി തീർക്കാനാണ് വൈറ്റ് മുൻപോട്ട് നീക്കമിടുന്നത്. അപ്പോൾ അതിന് ചെറുത്തുകൊണ്ട് പല നീക്കങ്ങളുമുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇവിടെ തന്ത്രപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇതിനെ ഇവിടെ 2 കളം തള്ളുന്നു. 2 കളം തള്ളുമ്പോൾ സാധാരണക്കാർ ഈ ആളുകൊണ്ടും വെട്ടാം, മന്ത്രി കൊണ്ടും വെട്ടാം. ആളുകൊണ്ട് വെട്ടിയാൽ മന്ത്രി കൊണ്ട് വന്ന ലക്ഷ്യം നടക്കുകയില്ല. അതുകൊണ്ട് ആളുകൊണ്ട് വെട്ടാതെ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ എന്നോർത്ത് മന്ത്രി കൊണ്ട് തന്നെ വെട്ടുന്നു. ആരും അങ്ങനെ കളിച്ചു പോകും. അപ്പോൾ വീണ്ടും അവിടെ തന്നെയാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തെ തടയുകയും ചെയ്യണം, ഇവിടെ വൈറ്റിൻ്റെ ഒരു കരു എടുക്കുകയും ചെയ്യണം. അപ്പോൾ ആലോചിച്ചപ്പോൾ ആ ഒരു നീക്കം ബ്ലാക്കിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. ഈ ആളിനെ 2 കളം തള്ളുന്നു. ഇപ്പോൾ ഇവിടെ ബിഷപ്പ് കൊണ്ട് ഇവിടെ അറ്റാക്ക്, ഇവിടെ പോണ് കൊണ്ട് ഇവിടെ അറ്റാക്കാണ്. 2 അറ്റാക്ക് ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഒന്നിച്ച് വരുമ്പോൾ ഇപ്പോൾ ഒരു രക്ഷയുമില്ല, മാറ്റി തന്നെ ഉള്ളു രക്ഷ. ഇവിടെ ഇപ്പോൾ ചെക്ക് കൊടുക്കാം. ചെക്ക് കൊടുത്താലും ഈ ആളെ തള്ളി മറിച്ചാലും വീണ്ടും അതേ അറ്റാക്ക്. 2 അറ്റാക്കുകളും ഒരേപോലെ അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എങ്ങനെ വെച്ചാലും രക്ഷയില്ല. അവിടുന്ന് വീണ്ടും ഇവിടെ തന്നെ വരികയേ രക്ഷയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ബിഷപ്പ് ഇവിടെ നഷ്ടപ്പെടുകയാണ്. അതാണ് ഒരു കരു വൈറ്റിൻ്റെ എടുത്തുകൊണ്ട് ഇവിടെ ബ്ലാക്ക് ഒരു കരു കൂടുതൽ